ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം നമ്മുടെ MP സുരേഷ് ഗോപിച്ചേട്ടൻ നായകനാകുന്ന ഒരു 4 പടങ്ങൾ വെയിറ്റ് ചെയ്യുന്ന 4 പടങ്ങൾ 4 പടങ്ങൾ ഇപ്പോൾ ഓൾറെഡി അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ, ട്രെയിലർ, ടീസർ 1-2 പടത്തിൻ്റെയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് സുരേഷ് ഗോപിച്ചേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള പടങ്ങളാണ് വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറിലാണ് ആൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒറ്റക്കോമൻ എന്നൊരു പടത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാലമായിട്ട് കേൾക്കുന്നു, പടം നടക്കുന്നുണ്ടില്ല എന്നൊക്കെ വരെ കൺഫ്യൂഷൻ വന്നിരുന്നു. ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ സംബന്ധിച്ച് ഈ പടം കുറച്ച് ബിഗ് ബജറ്റാണ്, മലേഷ്യയിലൊക്കെ ഷൂട്ടിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഫണ്ട് ഒരു ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ ഷൂട്ടിംഗ് നിർത്തി വെച്ചിരുന്നത് കേട്ടിരുന്നു. പക്ഷേ ഇല്ല, അതിന് ഒറ്റക്കൊമ്പൻ്റെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിഫൻസ് ആൻഡ് അറ്റാക്ക് ഒറ്റക്കൊമ്പൻ മാത്യു പാറയിൽ സംവിധാനം ചെയ്യുന്ന പടമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റർ നിജയ് ഘോഷ് പാറയിൽ. 2 പാറയിലാണല്ലോ, ഒരു റിലേഷൻ ഉണ്ട് ഇവര്. ഓക്കെ, ചേട്ടനാണോ അറിയില്ല. അപ്പോൾ സുരേഷ് ഗോപി, ബിജു മേനോൻ, വാ നമ്മൾ കണ്ട ലാസ്റ്റ് പടം ഏതായിരുന്നു? ഓ, 2 പേരും കട്ടക്ക്. സുരേഷ് ഗോപി, ബിജു മേനോൻ, പിന്നെ നമിത പ്രമോദ്, ജോണി ആന്റണി. വലിയൊരു താരനിരയുണ്ട്. വമ്പൻ ബഡ്ജറ്റ് പടമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് ഉണ്ട്, മലേഷ്യയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പടം കുറച്ച് ഡിലേ വരുന്നത്. എന്തായാലും പടം ഉണ്ടെന്ന് ഉറപ്പിച്ചു. എൻ്റെ അടുത്തൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ്, നമ്മൾ വീഡിയോ ചെയ്തിരുന്നതിനെ കുറിച്ച്. അപ്പോൾ ഒറ്റക്കൊമ്പന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒറ്റക്കൊമ്പനായിട്ട് സുരേഷ് ഏട്ടൻ വരുമ്പോൾ കുരിശും കാര്യങ്ങളൊക്കെ ലുക്ക് കണ്ടില്ല, കിട്ടു സാധനം. അപ്പോൾ ഒരു വടക്കൻ അല്ല തെക്കൻ മേഖലയിൽ നടക്കുന്ന ഒരു കഥയായിരിക്കണം. ചായൻ ലുക്ക് പിടിച്ച്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു പടം വരാഹം. 2 days മുമ്പ് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരുന്നു. കിഡു സാധനമാണ്. എനിക്ക് തോന്നുന്ന ആളൊരു ജേർണലിസ്റ്റ് ആണോ എന്നൊരു സംശയം ലുക്കൊക്കെ കണ്ടിട്ട്. കിഡു ലുക്ക്. ആൾ ഭയങ്കര യങ്ങായിട്ട്, ഭയങ്കര മുഖത്തൊക്കെ ഭയങ്കര ലുക്കായിട്ടുണ്ടാവും. ആ ലുക്ക് നല്ല രസമായിട്ടുണ്ട്. ഒറ്റക്കൊമ്പനാണെങ്കിൽ കുറച്ച് താടിയൊക്കെ വെച്ചിട്ട് ഒരു കലിപ്പ് ലുക്കിൽ ആ ജീപ്പ് മിരിക്കുന്ന സീനൊക്കെ രക്ഷയില്ല. പഴയ നമുക്ക് ലാലം വാഴുന്നവര് പടക്കൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഇതിലാണ് എനിക്ക് എന്താ ക്യാരക്ടർ എന്ന് മനസ്സിലായി. എനിക്ക് തോന്നിയത് ഒരു ജേർണലിസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. നോക്കാം. സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന പടമാണ് വരാഹം. അപ്പോൾ നമുക്ക് അടുത്ത പടം ഉണ്ടായിരിക്കണം 2024 ലാസ്റ്റ് കൂടെയും നമുക്ക് പ്രതീക്ഷിക്കുക. ഈ പടം 2024 ഉണ്ടായിരിക്കേണ്ട പടം തന്നെയാണ്. അപ്പോൾ വരാഹം ഡിഫറെൻറ്റ് ലുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചുള്ളത്, വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 3ാമതൊരു പടം JSK ജാനകി വേസ് സ്റ്റേറ്റ് ഓഫ് കേരള. സുരേഷ് ഗോപിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന റോൾ ഏതാ? എനിക്കിഷ്ടം ഒന്നെങ്കിൽ പോലീസ് അല്ലെങ്കിൽ വക്കീൽ. ഒരു വക്കീലായിട്ടാണ് വരുന്നത്. കിഡു ലുക്കിലാണ് വരുന്നത്. എൻ്റെ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ പോയി കാണണം. കൂട്ടിട്ട് നിൽക്കുന്ന ഒരു ലുക്കൊക്കെയാണ്. ചിന്താമണി കൊലക്കേസ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും തൊട്ട് അപ്പോഴേക്ക് സുരേഷ് ഗോപിച്ചാറിൻ്റെ ഇഷ്ടപ്പെട്ട പടങ്ങളുടെ ഒരു പടമാണ് ചിന്താമണി കൊലക്കേസ്. അതിനുശേഷം ചെയ്യുന്നൊരു പടമാണ് വക്കീലാകുമ്പോൾ ആള് കോടതിയിലെ കോർട്ട് ഡ്രാമ പൊള്ളി സാധനമാണ്. മുക്ക സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലാണ്. വക്കീൽ എന്ന് പറഞ്ഞവരെ ഓർമ്മ വരിക എന്തൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ട്. ഇതിനൊക്കെ ഫോട്ടോ ഞാൻ തമ്മിൽ കൊണ്ടുവരാട്ടോ, എല്ലാ ഈ ലുക്കുകൾ, പിന്നെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ജാനകി വേസ് സ്റ്റേറ്റ് ഓഫ് കേരള. വേറൊരു പടം ഗഗനചാരിയുടെ യൂണിവേഴ്സിറ്റിക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പേര് അരുൺ ചന്ദ് സംവിധാനം ചെയ്യുന്ന ഒരു പടത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നിരുന്നു. എത്രമാത്രം സത്യമാണെന്നറിയില്ല. മണിയൻ ചിറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഗഗനചാരി നമുക്കറിയാം. ഗൂഗിൾ സുരേഷിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മലയാള സിനിമയിൽ ഡിഫറെൻ്റ് ആയിട്ട് വന്നൊരു സയൻറ്റിഫിക് 2040 കേരളം എങ്ങനെയാവും അതൊക്കെ സംബന്ധിച്ച് നടന്നൊരു പടം. നല്ല എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം കീറിക്കുന്നു, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ കൽക്കിയും കൂടി വന്നപ്പോൾ എനിക്ക് ചെറിയ ബാധിച്ചിട്ടുണ്ട്. എന്നാലും പടം നല്ല മൂവിയാണ്. ശരിക്കും ഒരു സയൻറ്റിഫിക് തരത്തിൽ പരീക്ഷണ ചിത്രം മലയാളത്തിൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആളൊരു പടം സുരേഷ് ഗോപിനെ വെച്ചിട്ട് മണിയൻ ചിറ്റപ്പൻ, അതെന്നാണ് റിലീസ് കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ എവിടെയൊരു വായിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ സുരേഷ് ഗോപി ചേട്ടൻ ഡിഫറെൻറ്റ് ജോണറിലുള്ള ഡിഫറെൻ്റ് ആയിട്ട് പടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും മലയാള ഇൻഡസ്ട്രി ഒരു കാലത്ത് സൂപ്പർ നാഷണൽ ഹീറോ ആയിരുന്ന സുരേഷ് ഗോപി ചേട്ടൻ ഇതാ വീണ്ടും ശക്തമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ MP അതിന് ശേഷം ആൾ പടമൊക്കെ വളരെ കുറച്ച് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ആൾക്ക് ഒരുപാട് പടത്തിനാൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ഒരു പടങ്ങൾ വർക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല നല്ല പടങ്ങൾക്കായിട്ട്. ആ സൂപ്പർ സ്റ്റാറിനെ നമുക്ക്
നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ നല്ല നല്ല പടങ്ങൾ, ഫൈറ്റും ആക്ഷനും ഡയലോഗ്സ് ഡെലിവറി ഒക്കെ വേറെ ലെവലാണല്ലോ, നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഞാൻ അറിഞ്ഞൊരു ഇൻഫർമേഷൻ വെച്ച് പറഞ്ഞതാണ്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ. മുകേഷ്.